നമസ്കാരം. തിരുവനന്തപുരം കുമാരപുരം ജ്യോതിയിൽ ചന്ദ്രമോഹന്റെയും മണിയുടെയും മകനായ നിശാൽ ചന്ദ്ര ബാലതാരമായി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാവ്യമാധവനെ വിവാഹം കഴിച്ചതിനു ശേഷമാണ് നിശാൽ ചന്ദ്രയെക്കുറിച്ച് മലയാളികൾ കൂടുതൽ അറിയുന്നത്. ഇവരുടെ വിവാഹമോചനവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. ഇതിനെല്ലാം പിന്നാലെ എല്ലാം മനസ്സിലാക്കി കുടുംബത്തിലേക്ക് വന്ന വ്യക്തിയാണ് രമ്യ. ഇന്ന് രമ്യ നിശാലിനും കുടുംബത്തിനും താങ്ങും കരുത്തുമായി ഒപ്പമുണ്ട്. 2017 മെയ് 13-നാണ് നിശാൽ ചന്ദ്ര രമ്യയെ തന്റെ ജീവിത സഖിയാക്കിയത്. 2019-ലാണ് വിശാലിനും രമ്യയ്ക്കും മകൻ ദേവാൻഷ് പിറന്നത്. മകൻ ദേവിന് കൂട്ടായി ഒരു അനിയത്തിക്കുട്ടി കൂടിയുണ്ട്. രമ്യയോടും തന്റെ 2 ഓമന മക്കളോടുമൊപ്പം കുടുംബസമേതമായി സസന്തോഷം അമേരിക്കയിൽ കഴിഞ്ഞു വരികയാണ് നിശാൽ ചന്ദ്ര. നിശാലിന്റെ സഹോദരനായ ദീപക് ചന്ദ്രമോഹനും അദ്ദേഹത്തിന്റെ ഭാര്യ ഗോപിക ഗോപാൽ ചന്ദ്രയും അദ്ദേഹത്തിനൊപ്പം തന്നെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയവരാണ്. അമേരിക്കയിലെ പ്രമുഖ ബാങ്കിന്റെ തലപ്പത്താണ് ഇന്ന് നിശാൽ ചന്ദ്ര. ചെറുപ്പം തൊട്ടേ പഠിക്കാൻ ബ്രില്യന്റ് ആയിരുന്ന നിശാൽ എല്ലാത്തിനും ഉയർന്ന മാർക്കോടെയാണ് വിജയിക്കുന്നത്. സ്കോളർഷിപ്പോടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ നിശാൽ ഇന്ന് അമേരിക്കയിൽ 1 കോടിക്ക് അടുത്ത് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസമായിരുന്നു നിശാലിന്റെ ചില ചിത്രങ്ങൾ വൈറലായത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അദ്ദേഹത്തിന്റെയും വിദ്യാഭ്യാസ യോഗ്യതയെയും കുറിച്ച് വന്ന ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. നടി ജീജ സുരേന്ദ്രൻ അടക്കം ഈ കുറിപ്പ് പങ്കുവെച്ചെത്തിയിട്ടുണ്ട്. 3 മാസം പോലും തികയ്ക്കാത്ത ആദ്യ ദാമ്പത്യം. ഇപ്പോൾ ജോലി US-ലെ ബാങ്കിന്റെ തലപ്പത്ത്. മുൻപ് കുവൈറ്റ് ബാങ്കിൽ മാസം 15 ലക്ഷം രൂപ ശമ്പളം. ആദ്യ ബന്ധം പിന്നീട് കുടുംബ കോടതിയിൽ ഒത്തുതീർപ്പിലെത്തിയിരുന്നു. പറഞ്ഞു വരുന്നത് പ്രമുഖ നടിയുടെ ആദ്യ ഭർത്താവ് നിശാൽ ചന്ദ്രയുടെ കാര്യമാണ്. ആ നിശാൽ ചന്ദ്ര 2013-ൽ വീണ്ടും കല്യാണം കഴിഞ്ഞു. മാവേലിക്കരക്കാരിയായ രമ്യയെയാണ് വിവാഹം കഴിച്ചത്. ഇപ്പോൾ വിവാഹ ജീവിതം 13-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് സിനിമകളിലും മറ്റും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പഠനത്തിലായിരുന്നു കുടുംബം പ്രാധാന്യം നൽകിയത്. US-ൽ ഉപരിപഠനം നടത്തിയ നിശാൽ തിരുവനന്തപുരം സ്വദേശിയാണ്. കുമാരപുരത്തെ ചന്ദ്രമോഹന്റെയും മണിയുടെയും ഇളയ മകനായി ജനിച്ച നിശാൽ പഠിക്കാൻ മിടുക്കനായിരുന്നതിനാൽ തന്നെ 1998-ലാണ് US-ലേക്ക് ഉപരിപഠനത്തിന് പോകുന്നത്. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദവും ടെലികമ്മ്യൂണിക്കേഷൻസിൽ മാസ്റ്റേഴ്സും ഒരുമിച്ചെടുത്തു. 2002-ലാണ് പഠിച്ചിറങ്ങുന്നത്. ശേഷം തൊട്ടു പിന്നാലെ തന്നെ വാൾ സ്ട്രീറ്റിലെ പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ കൺസൾട്ടന്റായി ജോലിയിൽ പ്രവേശിച്ചു. അതിനിടെ ഫോർ ദ പീപ്പിൾ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എങ്കിലും കരിയർ ബിൽഡിംഗിന്റെ തിരക്കിലായിരുന്നു നിശാൽ. അങ്ങനെയിരിക്കെയാണ് നടിയുമായുള്ള വിവാഹോചന വരുന്നതും അതിവേഗം വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും. 2009 ഫെബ്രുവരിയിലായിരുന്നു വിവാഹം. ഫെബ്രുവരി 5-ന് രാവിലെ 10:30-ന് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹവും ഒരാഴ്ച കഴിഞ്ഞ് കാഞ്ഞങ്ങാട് വെച്ച് വിവാഹം റിസപ്ഷനും അടുത്ത ദിവസം കൊച്ചിയിൽ വച്ച് സിനിമാക്കാർക്കായും റിസപ്ഷൻ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ദാമ്പത്യം 3 മാസം പോലും തികച്ചില്ല. തന്റെ ആദ്യ വിവാഹത്തെ ഒരു ദുസ്വപ്നമായി കാണുന്നുവെന്നാണ് നിശാലും പറഞ്ഞത്. തുടർന്ന് വിവാഹമോചനം നേടി 5-ാം വർഷം നിശാൽ 2-ാം വിവാഹത്തിലേക്ക് കടന്നു. ഒരു ബന്ധു വഴിയാണ് മാവേലിക്കര സ്വദേശിനിയും മൈക്രോബയോളജിയിൽ ബിരുദധാരിയായ രമ്യയുമായുള്ള വിവാഹാലോചന വരുന്നത്. രമ്യയുടെ സിംപ്ലിസിറ്റിയിൽ ആകൃഷ്ടനായ നിശാൽ വിവാഹിതനാകുവാൻ സമ്മതിക്കുകയായിരുന്നുവെന്നാണ് വിവരം. വിവാഹശേഷം പ്രിയപ്പെട്ടവളെയും കൂട്ടി നേരെ US-ലേക്ക് പോവുകയായിരുന്നു നിശാൽ. ഈ മെയ് 13-ന് 13 വർഷം പിന്നിടുകയാണ് രമ്യയും നിശാലും ജീവിതത്തിൽ ഒന്നിച്ചിട്ട്. കുടുംബമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് ഇപ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്നത്. നിശാൽ വിവാഹം ചെയ്യുന്ന സമയത്ത് സിവിൽ സർവീസ് മോഹവുമായി നടക്കുകയായിരുന്നു രമ്യ. പഠിക്കാൻ മിടുക്കിയാണ്. ബിരുദാനന്തര ബിരുദവും നേടിയ രമ്യയെ വിവാഹത്തോടെ പഠനം തുടരാൻ നിശാൽ അനുവദിച്ചു. പ്രമുഖ ബിസിനസ്മാൻ സുരേന്ദ്രനാഥിന്റെ മകൾ കൂടിയായ രമ്യ ഒരു കോടീശ്വര പുത്രി കൂടിയായിരുന്നു. വിവാഹത്തിന് മുൻപേ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിരുന്നു. പഠനം തുടരാനാണ് താല്പര്യമെങ്കിൽ എങ്ങനെയും സമ്മതമായിരുന്നു നിശാലിന്. അന്ന് കുവൈറ്റിൽ ആയിരുന്ന നിശാൽ ഇടയ്ക്കിടെ വന്നു പോകും എന്ന തീരുമാനത്തിലെത്തി. ലാളിത്യം നിറഞ്ഞ രമ്യയുടെ സ്വഭാവമാണ് തന്നെ ഏറെ ആകർഷിച്ചതെന്ന് നിശാൽ പറഞ്ഞിരുന്നു. രമ്യയുടെ കുടുംബത്തിന്റെ മാവേലിക്കരയിലെ 23 ഏക്കർ വിസ്തൃതിയിലുള്ള വിശാലമായ ഫാം ഹൌസിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് വിവാഹം. അത് വിജയകരമാക്കുന്നത് ഭർത്താവും ഭാര്യയും ഒരുപോലെ അതിൽ കമ്മിറ്റഡ് ആകുമ്പോഴാണെന്നാണ് താൻ പഠിച്ചതെന്നും ഒരിക്കൽ നിശാൽ പറഞ്ഞിട്ടുണ്ട്. വിവാഹ സമയത്ത് രമ്യ സിവിൽ സർവീസിന്റെ പിന്നാലെയായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യ റൗണ്ട് രമ്യ പാസ്സായ ആളാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എത്താൻ ഒരുപാട് ശ്രമിച്ച ആളുകൂടിയാണ് രമ്യ. അതിനെല്ലാവിധ പിന്തുണയും നൽകി നിശാലൊപ്പമുണ്ടായിരുന്നു. 2009 ഫെബ്രുവരി 5-നായിരുന്നു കാവ്യമാധവനും നിശാൽ ചന്ദ്രയുമായുള്ള വിവാഹം. ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ദാമ്പത്യം പരാജയപ്പെടുകയായിരുന്നു. വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം കുടുംബ കോടതിയിലെത്തിയ നിശാൽ ചന്ദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അന്ന് ശ്രദ്ധ നേടിയിരുന്നു. ഭാവിയിൽ ഒരു പയ്യനും വീട്ടുകാർക്കും തന്റെ ഗതി വരരുതെന്നാണ് നിശാൽ പറഞ്ഞത്. വിവാഹശേഷം അഭിനയം നിർത്തി കുവൈറ്റിലേക്ക് പോയ കാവ്യ നാട്ടിൽ തിരിച്ചെത്തി നിശാലിനെതിരെ പരാതി നൽകുകയായിരുന്നു. 1.5 വർഷം നീണ്ട വിവാഹമോചന കേസ് ഒടുവിൽ പിൻവലിച്ച് വീട്ടുകാരുമായി തീരുമാനിച്ച സംയുക്ത വിവാഹമോചന ഹർജി നൽകുകയായിരുന്നു. ഡിവോഴ്സും കാവ്യയുടെ ഗുരുതര ആരോപണങ്ങളെയും തുടർന്ന് നിശാൽ തകർന്നു പോയിരുന്നു. അതേസമയം ഇപ്പോൾ കാവ്യമാധവനാവട്ടെ ദിലീപിനും മകൾ മഹാലക്ഷ്മിക്കുമൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ്. സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഫംഗ്ഷനുകളിലുമെല്ലാം കാവ്യ സജീവ സാന്നിധ്യമാണ്. അതോടൊപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിലും ദിലീപും കാവ്യയും വട്ടം കറങ്ങുകയാണ്. കേസ് അന്തിമവിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ രാമൻ പിള്ളയാണ് ദിലീപിന് വേണ്ടി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഹാജരാകുന്നത്. ഈ കേസിൽ സാഹചര്യം ദിലീപിന് അനുകൂലമായി മാറുന്നത് രാമൻ പിള്ളയുടെ കടന്നുവരവോടെയാണ്. ഇതിന് വഴിയൊരുക്കിയത് ദിലീപിന്റെ ഭാര്യ കാവ്യമാധവൻ ആദ്യത്തെ ഭർത്താവ് നിശാൽ ചന്ദ്രയാണെന്നുള്ളതും കൗതുകമാണ്. അതിന് കാരണം നിശാൽ ചന്ദ്ര കാവ്യമാധവൻ വിവാഹമോചന കേസ് കോടതിയിലെത്തിയപ്പോൾ നിശാൽ ചന്ദ്രയുടെ വക്കീലായി ഹാജരായത് രാമൻ പിള്ളയായിരുന്നു. രാമൻ പിള്ളയുടെ കോടതിയിലെ ഇടപെടലും വാദത്തിന്റെ മൂർച്ചയും അന്ന് പരക്കെ പ്രശംസിക്കപ്പെട്ടിരുന്നു. ഈ കഴിവാണ്
കാവ്യമാധവനിലൂടെ രാമൻപിള്ളയെ ദിലീപ് കേസിലെത്തിച്ചതും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ദിലീപിന് വേണ്ടി കോടതിയിൽ ഹാജരായി ജാമ്യത്തിന് വേണ്ടി വാദിച്ചത് രാമൻപിള്ളയായിരുന്നു. എന്നാൽ ആദ്യം വാദിച്ച 3 തവണയും ദിലീപിന്റെ ജാമ്യ ഹർജി കോടതി തള്ളുകയായിരുന്നു. ഈ 3 തവണയും കോടതിയിൽ ദിലീപിന് വേണ്ടി വാദിച്ചത് രാമൻപിള്ളയായിരുന്നു. ആ സാഹചര്യത്തിൽ ദിലീപിന്റെ വക്കീൽ മോശമാണെന്നുള്ള അഭിപ്രായം സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. എന്നാൽ രാമൻപിള്ളയെ തന്റെ വക്കാലത്തിൽ നിന്ന് മാറ്റുവാൻ ദിലീപ് തയ്യാറായില്ലെന്നുള്ളതാണ് സത്യം. എന്തായാലും ആ ഒരു തീരുമാനം ഇപ്പോൾ ദിലീപിന് ഗുണം ചെയ്തുവെന്നും തന്നെ പറയാം. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ അതിനെ തടയിടാൻ രാമൻപിള്ളയ്ക്ക് കഴിഞ്ഞിരുന്നു. നേരത്തെ ഈ കേസ് വാദിക്കുവാൻ പല പ്രഗത്ഭരായ പല അഭിഭാഷകരുടെയും പേരുകൾ ദിലീപിന് മുന്നിലെത്തിയിരുന്നു. എന്നാൽ ദിലീപ് രാമൻപിള്ളയിൽ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. ദിലീപിന്റെ ആ തീരുമാനമാണ് ഇന്ന് അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നത്. അതേസമയം വിവാഹം എന്ന സങ്കല്പത്തോടെ ഒരു എതിർപ്പും തനിക്കില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹം കൂടാൻ ഞാൻ പോകില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ വിവാഹം. അത് അവർ ഭംഗിയായി നടത്തി. അത് സക്സസ് ആകാഞ്ഞത് അവരുടെ തെറ്റല്ലല്ലോ എന്നാണ് ഒരിക്കൽ കാവ്യ പറഞ്ഞിരുന്നത്. വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച കാവ്യ വിവാഹമോചന ശേഷം തിരിച്ചെത്തി സിനിമയിൽ സജീവമായിരുന്നു. കഥാമ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നടിയെ തേടിയെത്തിയിരുന്നു. എന്നാൽ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേള എടുത്തിരിക്കുകയാണ് നടി. ഒരു സാധാരണ പെൺകുട്ടിയായി ജീവിക്കാൻ ശ്രമിച്ച ആളാണ് താൻ. പക്ഷേ പ്രാക്ടിക്കലി തനിക്കത് സാധിച്ചില്ല. എന്തിനും അച്ഛനും അമ്മയും കൂടെ വേണമെന്നും നടി പറഞ്ഞിരുന്നു. അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. താരത്തിന് മേക്ക് ഓവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത്. സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല.